ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിമൈൻഡർ ആണ്. അതായത് നമുക്കൊരു പവറുള്ളൊരു എക്സ്പൊണൻഷ്യൽ, അതായത് 51/25 എന്നിട്ടൊരു നമ്പർ എന്തെങ്കിലും 10 എന്തെങ്കിലും തരും. എന്നിട്ട് ഇതിന്റെ റിമൈൻഡർ കാണാൻ പറയും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് റിമൈൻഡർ വരിക എന്ന് ചോദിക്കും. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാൻ പറ്റില്ല. അതായത് 51 ഇപ്പോൾ 25 വരെ ഇൻറ്റു ചെയ്തിട്ട് അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തൊന്നും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നോക്കുന്നത്. പക്ഷെ ഇത് ശരിക്കും ഒരു കോൺസെപ്റ്റ് പ്രകാരം കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെ നോക്കുക വെച്ചാൽ 51/10 ആണല്ലോ. 51 നമ്മൾ എന്താ പറയുക, 10ന്റെ ഒരു മൾട്ടിപ്പിൾ ആക്കിയിട്ട് അടുത്ത് വരുന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കും. ഓക്കെ, അപ്പോൾ മോസ്റ്റ്ലി 50+1 ആയിരിക്കും, /10 വരും ആണല്ലോ. എന്നിട്ട് ഇതിന്റെ പവർ ഉണ്ടല്ലോ 25, എന്നിട്ട് ഇതിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യും. ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്തിട്ട് നമുക്കൊരു ഒരു സെറ്റിൽ 10ന് ഡിവിഷനും കിട്ടും, പിന്നെ 10ന് ഡിവൈഡ് ചെയ്യാത്ത രണ്ട് നമ്പർ. ഇതായിരിക്കും റിമൈൻഡർ വരും. സോ അങ്ങനെയാണ് ഇത് ഒരു കോൺസെപ്റ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതൊക്കെ ഒരുപാട് ടൈം എടുക്കും. ഓരോ നമുക്കറിയാം ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ആ കോമ്പിനേഷൻ്റെ ഒക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കൊക്കെ നല്ല ടൈം ആവും. സോ നമുക്ക് അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ആ ടൈപ്പ് അല്ല യൂസ് ചെയ്യുക, അതിനെ കുറച്ച് വേറെ ട്രിക്കായി യൂസ് ചെയ്യുക. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എന്താ പറയുക, ഒരു കോൺസെപ്റ്റ് നോക്കാം. അതായത് ഒരു അതായത് 19നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, 19നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ റിമൈൻഡർ വരിക? റിമൈൻഡർ എന്തായിരിക്കും? 19/5 വരും. 19/5 എന്ന് പറയുമ്പോൾ 3 5 50 വരും. റിമൈൻഡർ 4 ആണ് റിമൈൻഡർ വരിക അല്ലേ. ഇവിടെ നമ്മൾ 19ന്റെ അടുത്തുള്ള നമ്പേഴ്സ് നോക്കുകയാണ്. അതായത് 19ന്റെ അടുത്തുള്ള 5ന്റെ മൾട്ടിപ്പിൾസ് ഒന്ന് 15 ആണ്, മറ്റേത് 20 ആണ്. ഈ കേസിൽ റിമൈൻഡർ എന്താ വരുന്നത്? 4 വരും. ഈ കേസിലോ റിമൈൻഡർ -1 വരും. റിമൈൻഡർ -1 ഒരു കോൺസെപ്റ്റ് ഇല്ല. പക്ഷെ നമ്മളിവിടെ എന്തിനാണ് ആ ഒരു ട്രിക്ക് പോലെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ റിമൈൻഡർ -1 വരും. ഓക്കെ, അപ്പോൾ ഇതിന് 4ഉം വരാം, -1ഉം വരാം. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് നമ്പർ ആണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ ഒരു നെഗറ്റീവ് നമ്പർ ആണല്ലോ വരുന്നത്. നെഗറ്റീവ് നമ്പർ എന്തായാലും -1 തന്ന് കിട്ടും. അപ്പൊ നെഗറ്റീവ് നമ്പർ എന്തായാലും ഒരു റിമൈൻഡർ അല്ല എന്ന് പറഞ്ഞല്ലോ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ട്രിക്കാണ്. അപ്പൊ നമുക്ക് പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് -1 + 5 നമ്മൾ എന്തിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അത് വെച്ച് ആഡ് ചെയ്യും. 4 കിട്ടും. കണ്ടോ, 4 കിട്ടി. സോ ആ ഒരു കോൺസെപ്റ്റ്, ഒരു നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു റിയാലിറ്റി ഇല്ല, റിമൈൻഡർ നെഗറ്റീവ് വരില്ല. സോ ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു മാത്രം. ഓക്കെ, സോ അത് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് പവർ ഒന്നും ഇല്ലാതെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് ടൈപ്പ് വരും, അങ്ങനത്തെ ടൈപ്പ് നോക്കാം. അതായത് 43 + 78/7. ഓക്കെ, ഇങ്ങനെ രണ്ട് നമ്പേഴ്സാണ് ഫൈൻഡ് റിമൈൻഡർ. നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 43 + 78/7. ഇതിന്റെ 43നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 43നെ അവർക്ക് എന്താ റിമൈൻഡർ വരിക? +1 ആണ്. ഓക്കെ, +1 ആണ്. 78നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 78 ആണ് കേട്ടോ. 78നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 77 +1 അല്ലേ, +1 ആണ് വരിക.
അപ്പൊ ഇവിടെ അഡീഷൻ ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2 ആയിരിക്കും ഇവിടെ റിമൈൻഡർ വരുന്നത്. ഓക്കെ, അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 89 പ്ലസ് 120 പ്ലസ് 52 പ്ലസ് 79 by 11. ഓക്കെ, 88 ആണ് വരിക. അപ്പൊ ഇവിടെ 88 ആണ് വരുന്നത്, സോറി 89 വരുന്നത്. അപ്പൊ 89ന്റെ വരുന്നത് 88 ആണ് അല്ലെ? 89ന്റെ വരുന്നത് 88 ആണ്. 11ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ 89ന് +1 വന്നു. 120ക്ക് 11ന്റെ വരുന്നത് അടുത്ത് വരുന്ന 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 121 ആണ്. ഓക്കെ, അതിന് മുന്നേ ഒരു നമ്പർ വരുന്നുണ്ടെങ്കിലും അത് നമ്മൾ എടുക്കാറില്ലല്ലോ. ഓക്കെ, നമുക്ക് ഏറ്റവും അടുത്തുള്ളത് 121 ആണ്. മറ്റേത് കുറച്ചുകൂടി ഡിസ്റ്റൻസ് വരും. അപ്പൊ നമുക്ക് 1 വരുന്ന ചെറിയ നമ്പേഴ്സ് വരുന്നതായിരിക്കും നോക്കാം. അത് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ എന്താ -1 ആവും. ഓക്കെ, 121 1 കുറച്ച് തരല 11 വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തത്. ഇനി 52. അപ്പൊ 52 11, അപ്പൊ 55 ആണ് വരെ അല്ലെ? 52ന് 55 ആണ് വരുന്നത്. അപ്പൊ എത്ര ഡിഫറൻസ്? -3. ഓക്കെ, -3. 79ന് 77 ആ വരുന്നത്. അപ്പൊ 77 കൂടെ 3 ആഡ് 77 കൂടെ 2 ആഡ് ചെയ്താലും 79 വരും. അപ്പൊ 2. ഓക്കെ, 2. ഇതൊക്കെ പാടെ ആഡ് ചെയ്താലാണ് നമ്മുടെ റിമൈൻഡർ വരും. അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് +1 -1 +1 പ്ലസ് +1 പ്ലസ് -1 പ്ലസ് -3 പ്ലസ് 2 ഇതൊക്കെ പാടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വരിക -1 ആണ്. ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആണിത്. നെഗറ്റീവ് വന്ന് എന്ത് ചെയ്യണം? നമ്മൾ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ -1 + 7 = 11 അല്ലേ? -1 + 11 = 10. ഇതാണ് റിമൈൻഡർ. ഓക്കെ, ഇതാണ് റിമൈൻഡർ വരിക. നമ്മളിവിടെ എന്താ ചെയ്ത്? 89ന്റെ 120 52 79 ഇതിന്റെ ഒക്കെ നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുക ചെയ്ത്. ഞാൻ പറഞ്ഞു നെഗറ്റീവ് റിമൈൻഡർ ഉണ്ട്. നെഗറ്റീവായിട്ട് നമ്മുടെ റിമൈൻഡർ നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ ഇതേ കുഴപ്പമില്ല. ഓക്കെ, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് റിമൈൻഡർ നെഗറ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതിൽ നിന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 37 × 43 by 7. ഇതിന്റെ റിമൈൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ റിമൈൻഡർ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചാൽ 7 ആണല്ലോ. 37ൽ 7, അപ്പോൾ നമുക്ക് 35 വരും. 37ന് 35 വരും അല്ലേ? അതേപോലെ 43ന് 42 വരും. 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ വരിക 35 ആണ്. അപ്പൊ +2 ആണ് വരിക. ഇവിടെ 1. അപ്പൊ 2 × 1 = 2 ആണ് റിമൈൻഡർ വരുന്നത്. ഇവിടെ ഇൻറ്റു ആയതുകൊണ്ട് ആഡ് ചെയ്യല്ല ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 87 × 23 by 11. 87ന് അടുത്ത് വരുന്ന 11ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് 88 ആണ്. ഓക്കെ, ഇവിടെ -1 ആണ് വരിക. ഓക്കെ, 87 87 - 88 വരുമ്പോൾ -1 ആണല്ലോ വരുന്നത്. അത് കഴിഞ്ഞാൽ 23ന്
അടുത്ത് വരുന്ന 11ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് 22 ആണ്. ഓക്കെ, ഇവിടെ 23 ആണ്, ഇവിടെ 22 ആണ്. അപ്പൊ 23 - 22 ആണ് വരുന്നത്. അപ്പൊ 1. ഓക്കെ, 1. റിമൈൻഡർ എന്ന് പറയുന്നത് -1 ഇൻറ്റു 1 ആവും. -1 ആണ്. ഇത് നെഗറ്റീവ് ആണ് റിമൈൻഡർ. നെഗറ്റീവ് റിമൈൻഡർ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 11 ആഡ് ചെയ്യും അല്ലേ? -1 + 11 10 ആണ് റിമൈൻഡർ വരുന്നത്. ഓക്കെ, നമ്മളൊരു അഡീഷൻ വരുന്ന ഒരു കാറ്റഗറി നോക്കി, ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കാറ്റഗറി നോക്കി. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. 51/25/30 റിമൈൻഡർ ചോദിച്ചിരിക്കും. ഓക്കെ, ആൻസർ 51/25 എന്ന് പറഞ്ഞാൽ 51 ഇൻറ്റു 51 ഇൻറ്റു 51 ഇൻറ്റു അങ്ങനെ 25 തവണ 51 നമ്മൾ ഇൻറ്റു ചെയ്തെടുക്കുക ബൈ 30. ഓക്കെ, ഒരു 51/30 13 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 52 ആണ് വരിക. ഓക്കെ, അപ്പൊ 51ന്റെ അടുത്ത് വരുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് 52 ആണ്. അപ്പൊ ഇതിന് -1 ആണ് റിമൈൻഡർ വരിക, ഒരു 51. അപ്പൊ ഇവിടെ -1 ഉണ്ട്, ഇതിനൊരു -1 ഉണ്ട്, ഇതിനൊരു -1 ഉണ്ട്, ഇതിനൊരു. അങ്ങനെ ഇവിടെ എത്ര -1 ഉണ്ടാവും? -1/25 -1 ഉണ്ടാവും. ഓക്കെ, 25, അതായത് -1 ആണെങ്കിൽ 1 ആണ്. -1 ഓഡ് ആണെങ്കിൽ ഇത് -1 ആയിരിക്കും. അപ്പൊ ഇവിടെ ഓഡ് നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ -1. അപ്പൊ നെഗറ്റീവ് റിമൈൻഡർ ആണ് വരുന്നത്. അതെ, നെഗറ്റീവ് റിമൈൻഡർ ആണ് വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? -1 + 13 ചെയ്യും = 12. ഇതാണ് റിമൈൻഡർ. 12 ആണ് റിമൈൻഡർ. ഓക്കെ, 12 ആണ് റിമൈൻഡർ വരിക. നമ്മളിവിടെ ഒന്നും ചെയ്തില്ല. 15/13 വരുമ്പോൾ നമുക്ക് 52 ആണ് ഏറ്റവും വരുന്നത്, 13ന്റെ അടുത്ത് വരുന്നത്. അപ്പൊ അവിടെ -1 കിട്ടി. അപ്പൊ അങ്ങനെ ഓരോന്നിനും 51 ഇൻറ്റു 51 ഉണ്ട്, അങ്ങനെ 25 51 ഉണ്ട്. അപ്പൊ ഓരോന്നിനും വരുമ്പോൾ അവിടെ 25 -1 ഇൻറ്റു ചെയ്യുന്നുണ്ട്. അപ്പൊ -1/25 -1/25 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പൊ -1 ആയിരിക്കും ആൻസർ വരിക. ഇത് റിമൈൻഡർ നെഗറ്റീവ് ആവില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏതുകൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്യും. അപ്പൊ 12. അതാണ് റിമൈൻഡർ വരിക ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 39/42/10. Find remainder. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ 39 39 ഇൻറ്റു 39 ഇൻറ്റു 39 അങ്ങനെ 42 തവണ നമ്മൾ ഇൻറ്റു ചെയ്യാറ് ബൈ 10. ഓക്കെ, ഇനി ഈ 13, അതായത് 39ന്റെ അടുത്ത് വരുന്നത് 10ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഏതാണ്? 14 ആണ്. ഓക്കെ, നമ്മൾ 4 ഇൻറ്റു 10, 10ന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇതാണ് നോക്കുന്നത്. ഓക്കെ, 14 ആണ്. അപ്പൊ എത്ര വരുന്നത്? -1 ആണ് ഇവിടെ റിമൈൻഡർ വരുന്നത്. അപ്പൊ ഇവിടെ -1 ആണ് വരിക ഓരോന്നിനും. അപ്പൊ ഇവിടെ എത്ര 39 ഉണ്ട്? 42 39 ഉണ്ട്. അപ്പൊ -1 4 ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ 1 ആണ്. ഓക്കെ, 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 299/33. Find remainder. ഇപ്പൊ 2ന്റെ അടുത്തുള്ള ഒരു 33 അല്ലെ, ഒരു ചെറിയ നമ്പർ, ഒരു വലിയ നമ്പറുമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? 2ന്റെ പവറിൽ 33നോട് അടുത്ത് വരുന്ന എപ്പോഴാണ് നോക്കുക. അപ്പൊ 2⁻1 ആവുമ്പോ 2, 2⁻2 ആവുമ്പോ 4, 2⁻3 ആവുമ്പോ 8, 2⁻4 ആവുമ്പോ 16, 2⁻5 ആവുമ്പോ 32. ഓക്കെ, അപ്പൊ 32 ഇവിടെ 33ന്റെ അടുത്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് 2⁻5ന്റെ ഒരു ഫോർമുല എഴുതാം. അപ്പൊ 2⁻99
2⁵ അതിൽ വരണം, എന്ത് എഴുതണം. അപ്പോൾ 5 വരണം, അതായത് 2⁵ വരണം. 2⁵ എന്തായാലും 99 എന്തായാലും 5 പോവില്ല. അപ്പൊ 99ന്റെ താഴെയുള്ള ഏതാ ഇപ്പൊ 5 പോവുക? 95 പോവല്ലോ അല്ലേ? അപ്പോ 95/5 എത്ര വരും? 19 ആണ്. അപ്പൊ ഇവിടെ ഈ 19 ആണ് ഇവിടെ 19. ഓക്കെ, ഇപ്പൊ ഇവിടെ എത്ര? 95. ഇപ്പൊ ഇത് 2⁵95 ആയുള്ളൂ അല്ലെ? ഇത് 2⁵95 ആയുള്ളൂ. ഇത് നമുക്ക് എന്താക്കേണ്ടത്? 2�99 ആക്കണം. അപ്പോ 2⁴ കൂടി ആഡ് ചെയ്യണം. ഓക്കെ, 2⁴ കൂടി ആഡ് ചെയ്യണം. അതായത് 2⁵ (4⁻90) into 2⁴ equal to 2�99 ആണ്. ഓക്കെ, അതായത് 2⁵ (4�9) into 2⁴/33 ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ വരിക? 2⁵ അറിയാം, 32 എന്ന് പറഞ്ഞു. അപ്പൊ 32 into അങ്ങനെ എത്ര? 9 ടൈംസ് അല്ലെ? 9 ആണല്ലോ. അപ്പൊ ഇവിടെ 9, അപ്പൊ 32 നമ്മൾ 9 തവണ ഇൻറ്റു ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇൻറ്റു 2⁴ എന്താ? 60. 2⁴ equal to 60. ഓക്കെ, 60/33 ആണ്. അപ്പൊ 32ന്റെ അടുത്ത് വരുന്ന 33 ആണ്. അപ്പൊ ഇവിടെ -1 ആണ് വരുന്നത് അല്ലെ? -1 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ -1, -1, -1, അങ്ങനെ -1. ഇവിടെ 16 ആണ് റിമൈൻഡർ വരിക അല്ലെ? കാരണം 16/33, 16 divided by 33, 16 അല്ലേ വരിക? ഡിവൈഡ് ചെയ്ത് പോവില്ലല്ലോ. ഇവിടെ നമ്മള് നെഗറ്റീവ് ഡിവിഷൻ യൂസ് ചെയ്തു. അതായത് 32ന്റെ അടുത്ത് വരുന്നത് 33ന്റെ അടുത്ത് വരുന്നത് 32 ആണ്, 2ന്റെ പവർ. അപ്പൊ പിന്നെ അവിടെ എത്ര വരുന്നത്? ഒരു 32 ആണ്. ഇവിടെ 33 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ -1ന്റെ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലെ? 33 -1 ആണല്ലോ 32 വരുന്നത്. അപ്പൊ -1 വന്നു. അപ്പൊ ഇവിടെ എങ്ങനെയാവും? -1 into 16 ആവും അല്ലെ? അതെന്താണ്? -1 into 60 equal to -16 ആയി. നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 33 - 16 + 33 equal to 70. ഇതാണ് റിമൈൻഡർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3⁻90/10. ഫൈൻഡ് റിമൈൻഡർ. ഓക്കെ, അപ്പൊ 3⁻90 എന്ന് പറയുന്നത് 10. അപ്പൊ എന്താ 10 3ന്റെ ഒരു പവർ നമുക്ക് എഴുതി നോക്കാം. 3 3² 9 ആണ്. അത് 10ന്റെ അടുത്തല്ലേ വരുന്നത് അല്ലെ? ഒരു -1 വ്യത്യാസം വരും അല്ലെ? 10 - 1 9 ആണ്. അപ്പൊ ഒരു -1 ആണ് റിമൈൻഡർ വരിക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3² 90 എന്തായാലും 2ല് പോവില്ല. പിന്നെ 18 കൂടും. അപ്പൊ 18 വരണമെങ്കിൽ ഇവിടെ 9 അല്ലെ? 3² 9. ഇനി ഒരു 3ന്റെ കുറവും കൂടിയില്ലേ? കാരണം 18 അല്ലേ ആയിട്ടുള്ളൂ, 19 ആവണല്ലോ. ഇൻറ്റു 3 ഈക്വൽ ടു 3⁻19 ആണ്. ഓക്കെ, ഇനി നമുക്ക് 3⁻9 into 3/10 equal to
നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3² എന്ന് പറയുന്നത് എത്ര? 9 ആണ്. 9 ഇൻറ്റു 9 ഇൻറ്റു അങ്ങനെ 9 തവണ കുടിച്ചു ഇൻറ്റു 3 ഈക്വൽ ടു 10. അപ്പോൾ നമ്മൾ 9/10 വരുമ്പോൾ 9/10 വരുമ്പോൾ റിമൈൻഡർ -1 ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ ഓരോന്നിനും -1 വരും. പിന്നെ ഇവിടെ 3 വരുന്നുണ്ട്. അപ്പൊ റിമൈൻഡർ എങ്ങനെ? -1 ഹോൾ റേസ് ടു 9 ഇൻറ്റു 3. ഓടാണ്, സോറി ഓടാണ്. അപ്പൊ -1 ഇൻറ്റു 3 വരും, അതായത് -3. സോ ഇവിടെ -3 ആണ് വന്നത്. -3 എന്താ? നെഗറ്റീവ് ആണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ 10 -3 + 10 ഈക്വൽ ടു 7. അപ്പൊ ഈ 7 ആണ് റിമൈൻഡർ വരിക. ഓക്കെ, നെഗറ്റീവ് നമ്പർ വന്നാൽ എന്തുകൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ആഡ് ചെയ്യണം. ഓക്കെ, ആ നെഗറ്റീവ് നമ്പർ ആയിട്ട് ആഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, (1977/7) ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു പ്രശ്നം വരുന്നത് 7 ആണ്. 7 എന്ന് പറയുമ്പോൾ 14. അപ്പൊ നമുക്ക് എന്താ പറയാ, 40 വരും, പിന്നെ 21. അപ്പൊ 19ന്റെ അടുത്ത് വരുന്നത് 21 ആണ്. ഓക്കെ, 9ന്റെ അടുത്ത് വരുന്നത് 21 ആണ്. അപ്പൊ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. അതായത് 19 ഇൻറ്റു 19 അങ്ങനെ 77 തവണ 19 ചെയ്യുമ്പോൾ /7 വരുമ്പോൾ ഓരോന്നിനും -2 ആയിരിക്കും റിമൈൻഡർ വരിക. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൈനസ് പുറത്തെടുത്തിട്ട് 2^77/7 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 2^77/7 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ 7ന്റെ അടുത്ത് വരുന്ന 2ന്റെ ഏതാണല്ലോ, 2² 4 ആണ്, 2³ 8 ആണ് അല്ലേ? അപ്പൊ 7ന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 2^77നെ നമുക്ക് 2² എഴുതാൻ പറ്റും. 77 എന്തായാലും പറ്റില്ല, പക്ഷെ നമുക്ക് 75 എഴുതാൻ പറ്റും അല്ലേ? 2³ ആയതുകൊണ്ട് 77 എഴുതാൻ പറ്റില്ല, 76 പറ്റില്ല, 76 3 പോവില്ല, 75 പോവും. അപ്പൊ 2³ അപ്പൊ 75 ആയുള്ളൂ. ഇനി എന്താണ്? 77 ആവണം. അപ്പൊ 6 7 ഒരു 2 എണ്ണം കൂടി വരണം. അപ്പൊ 2². ഇതാണ് 2^77 എഴുതുന്നത്. ഓക്കെ, നമ്മളത് എങ്ങനെ എഴുതി? 2^77 ഒരു മൈനസ് ഇവിടെ ഉണ്ട്. 2^77ന്റെ 2³ ഹോൾ റേസ് ടു 25 ഇൻറ്റു 2² അല്ലേ? മൈനസ് ഉണ്ട്. ഇവിടെ എങ്ങനെയാണ്? 2³ എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 8 ഇൻറ്റു 8 ഇൻറ്റു അങ്ങനെ 25 തവണ 8 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇൻറ്റു 2² ആണ് 4/7. ഇതെങ്ങനെ നമ്മൾ എഴുതുക? ഇവിടെ ഓരോന്നിനും 1/7. ഇവിടെ ഓരോന്നിനും 1 ആണ് വരുന്നത് അല്ലേ? 1 ആണ് വരുന്നത്. അപ്പോ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 1 എത്രയാണ്? 25 ഇൻറ്റു 4 ആണ്. അപ്പൊ ഇവിടെ 1 തന്നെയാണ്. 1 ഇൻറ്റു 4 4. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -4 ആയി. ഓക്കെ, -4 ആയി. അപ്പോ ഈ -4 ആയപ്പോ -4 ആയി, അത് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? അത് ആഡ് ചെയ്യും. 7 -1 ആണ്. അപ്പൊ -4 + 7 ഈക്വൽ ടു 3. ഇതാണ് ഇവിടെ റിമൈൻഡർ വരും.
ഓക്കെ, നമുക്ക് 2 ആണ് കിട്ടിയത്, 1 അല്ല. അപ്പൊ 277 എന്ന് പറയുന്നത് വലിയൊരു നമ്പറാണ്. അത് നമുക്ക് ഇൻഡു ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ വീണ്ടും അതേ കോൺസെപ്റ്റ് 277/7 ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത അതേ ടൈപ്പ് തന്നെ ആയിട്ട് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്ത്. ഇത്രയാണ് റിമൈൻഡർ വരുന്ന ടൈപ്പ് പ്രോബ്ലംസ് വരുന്നത്. നമ്മൾ ഏകദേശം എല്ലാ ടൈപ്പും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു ക്വസ്റ്റ്യനോ 2 ക്വസ്റ്റ്യനോ ഉണ്ടാവുള്ളൂ. പക്ഷെ സിമ്പിൾ ആണ്, അത്ര ബുദ്ധിമുട്ടില്ല. സോ അത് സ്കിപ്പ് ചെയ്യരുത്, കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യും. ഓക്കെ, താങ്ക് യു.